പരാജയത്തിൻ്റെ മുഴുവൻ കാരണങ്ങളും മറ്റൊരാളുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. കാരണം ഏത് പരാജയവും ആഴമായി പഠിച്ചാൽ അതിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടയാൾ ആ പരാജിതൻ തന്നെയാണ്. പുറമേ ഉള്ളവർക്ക് ആ പരാജയത്തിൽ അത്രത്തോളം പങ്കില്ല. കാരണം ഏത് പരാജയത്തെയും വിജയമാക്കുവാൻ പ്രശ്നം നേരിടുന്നയാളിന് മാത്രമേ കഴിയൂ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 36-ാം വാക്യം വായിക്കട്ടെ. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. നോക്കൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ പോലും പരീക്ഷകൻ ചെന്നതായിട്ടും പിശാച് ചെന്നതായിട്ടും പിശാച് കർത്താവിനെ പരീക്ഷിക്കാൻ അവനെ കൊണ്ട് പറ്റുന്ന എല്ലാ അടവുകളും പയറ്റി എന്നൊക്കെ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശു തമ്പുരാൻ തൻ്റെ ദൈവത്വമല്ല ഉപയോഗിച്ചത്, ആയുധമാക്കിയാണ് യേശു പിശാചിനെ നേരിട്ടത്. നമുക്ക് പലപ്പോഴും പരാജയമുണ്ടാകുമ്പോൾ ഒത്തിരി സങ്കടവും നിരാശയും എല്ലാവരുടെ ദേഷ്യവും പിണക്കവും ഒക്കെ ഉണ്ടാകും. എന്നാൽ വാസ്തവത്തിൽ ഈ പരാജയത്തിൻ്റെ കാരണം ദൈവവചനം കണ്ടെത്തി പലതിനും നമ്മൾ പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, യേശു തമ്പുരാൻ തൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ വളരെ തിടുക്കത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ ഒരിക്കൽ പള്ളിപ്രമാണിയായ യായിറോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ മകൾക്ക് സുഖമില്ല, മരിക്കാറായ അസുഖമായതുകൊണ്ടാണല്ലോ അത്രയും സീരിയസ് ആയിട്ട് ഓടിയെത്തിയത്. ആ മനുഷ്യൻ വന്നതും യേശുവിനോട് പരാതിയും സങ്കടവും ഒക്കെ പറഞ്ഞതുമെല്ലാം നമ്മളവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ ആ പരാതി പറയുന്നതിനിടയ്ക്കാണ് 12 വർഷമായി രക്തസ്രവം ബാധിച്ച ആ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യത്തിനു വേണ്ടി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ ത്വങ്ങൽ തൊട്ടത്. അവൾക്ക് സൗഖ്യം കൊടുത്തു. എന്നാൽ അതിനുശേഷം യേശു തമ്പുരാൻ യായിറോസിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്ന് പറയുന്നത്, ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, ബാല മരിച്ചുപോയി. ഇവിടെ നമ്മൾ വായിച്ചത് യേശു ആ വാക്ക് കാര്യമാക്കാതെ. ഞാൻ പറയാം, നിരുത്സാഹത്തിൻ്റെ ഒരു വാക്കുകളും നിങ്ങൾ പരിഗണനയ്ക്ക് വെക്കരുത്. അതാര് പറഞ്ഞതാണെങ്കിലും പരിഗണിക്കരുത്. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അവൻ ഇന്നും അത്ഭുത മന്ത്രിയാണ്. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. അങ്ങേ ആഴമായി വിശ്വസിച്ച് പ്രശ്നങ്ങൾ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. നന്മ നേരുന്നു. ഗോഡ് ബ്ലസ് യു.